ഹായ് ഹലോ 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 എല്ലാവരും എവിടെ? എല്ലാവർക്കും സുഖാണോ? എന്ത് പറയുന്ന എല്ലാവരും? യെസ്. അപ്പോൾ എല്ലാവരും വെക്കേഷന്റെ ആ ഒരു ത്രില്ലോടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സാറ് ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ ഒരു പാർട്ട് 1 ആയിട്ട് നമ്മുടെ എന്ത് പോയായിരുന്നു, നമ്മുടെ ഫിസിക്സിന്റെ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു പാർട്ട് 1 ഒരു 10 ക്വസ്റ്റ്യൻസ് സാർ എടുത്തു പോയായിരുന്നു. സാർ ഒന്ന് പറഞ്ഞായിരുന്നു എന്താണ് ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. സാർ ഇതാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, പറഞ്ഞ പോലെ തന്നെ സാറ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോ ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചോ? പഠിച്ചിട്ടുള്ളവർക്കൊന്ന് കമന്റ് ചെയ്യാട്ടോ. സാർ ഞാൻ ആ ഫസ്റ്റ് പാർട്ട് കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാനത് നന്നായിട്ട് ചെയ്ത് പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. ഓക്കെ, ഞാൻ കൂട്ടുകാർക്ക് നിങ്ങളെ ഇന്നത്തെ ഈ ക്ലാസ്, ഓക്കെ, ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അവരും പഠിക്കട്ടെ, അവരും നന്നാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞു നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അതൊന്നും പഠിക്കാതെ നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റില്ല. കാരണം അതാണ് ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽസ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ അടിത്തറ. അപ്പോൾ അത് പഠിക്കാതെ നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റില്ല. ദെൻ കുറച്ച് മുൻകൂട്ടി പഠിച്ചു എന്ന് വെച്ച് നമ്മുടെ സമയം നഷ്ടപ്പെടാൻ പോകുന്നില്ലടാ. അപ്പൊ എല്ലാവരും പഠിക്കുക. വെക്കേഷൻ ടൈമിൽ കളിക്കുക മാത്രം ചെയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക. എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഏതോ ഒരു സിനിമയില് എന്ത് പറയാ, ഒരു നമ്മുടെ ഉർവശി പറയുന്നുണ്ട്, ഒരു പാൻ എടുക്കുക, ആളുടെ മോളെ പഠിപ്പിക്കുന്നതാണ്. ഒരു പാൻ എടുക്കുക, പുട്ട് സം ഓയിൽ, പുട്ട് സം കടുക്, ദെൻ കടുകുറ 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 എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളോട് ഞാൻ പറയാണ്, എന്താണ്, ബുക്ക് എടുക്കുക, ദെൻ പുട്ട് സം എഫേർട്ട്, കുറച്ച് എഫേർട്ട് ഇടുക, ദെൻ പഠിക്കുക പഠിക്കുക പഠിക്കുക. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ഉപകാരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ദെൻ സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് 8 ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ദെൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റ്യനും വരുമ്പോഴും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വൺ വേർഡും കാര്യങ്ങളും ഒരുപാട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്? വേവ് ലെങ്തിന്റെയും സ്പീഡിന്റെയും ഫ്രീക്വൻസിയുടെയും റിലേഷൻ എന്താണ്? റിലേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്, v is equal to f into lambda. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. അപ്പോൾ തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ദെൻ ന്യൂമറിക്കൽസിൽ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ എല്ലാവരും ഇതെന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ക്ലാസ്സിൽ ടീച്ചർമാരൊക്കെ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂൾ തുറന്നതിന് ശേഷം ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാടി കയറി ഒരു ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ചാടി കയറി ഉത്തരം അങ്ങോട്ട് പറഞ്ഞേക്ക്. അപ്പോൾ അവരുടെ മുന്നിൽ ആരാകാം, സ്റ്റാർ ആകാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് വേവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻസ് ലൗഡ്നെസ്? ഓക്കെ, വേവിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെയുള്ള ലൗഡ്നെസ് നമ്മളെ അറിയിക്കുന്നത്? ഓക്കെ, ഒരു വേവ് ഇങ്ങനെ പാസ് ചെയ്ത് പോകാണ്. ഓക്കെ, ഏതോ ഒരു വേവ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഈ വേവ് എത്ര സ്ട്രോങ് ആണോ, ദെൻ എത്ര ലൗഡർ ആണോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കിട്ടണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻസ് ദ പിച്ച്? ഓക്കെ, ഏത് വേവ് പ്രോപ്പർട്ടി ആണ് പിച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അത് ഫ്രീക്വൻസി ആണ്. ഓക്കെ, അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 99.99% സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ. അപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കുക. ദെൻ ലിസ്റ്റ് എനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിന്റെ ഏതെങ്കിലും 3 ക്യാരക്ടറിസ്റ്റിക്സ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, സൗണ്ട് ട്രാവൽസ് ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതായത് കംപ്രഷൻസും റെയർഫാക്ഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സൗണ്ട് ട്രാവൽ ചെയ്തു പോകത്തുള്ളൂ. ദെൻ സൗണ്ട് നീഡ്സ് എ മീഡിയം ടു ട്രാവൽ. സൗണ്ടിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താവശ്യമുണ്ട്, ഒരു മീഡിയം ആവശ്യമുണ്ട്. ദെൻ തേർഡ് വൺ എന്താണ്, സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം. സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏത് മീഡിയമാണ് എടുത്തിരിക്കുന്നത് ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സൗണ്ടിന്റെ വേഗത എന്ന് പറയുന്നത്.
ദെൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എ സൗണ്ട് വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 500 ഹെർട്സ് and a wavelength of 0.68 meter. Find its speed. നമ്മൾ തൊട്ട് മുന്നേ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ പഠിച്ചായിരുന്നേ? റിലേഷൻ പഠിച്ചായിരുന്നു അല്ലെ? എന്താണ്? സ്പീഡിന്റെയും ഫ്രീക്വൻസിന്റെയും വേവ് ലെങ്തിന്റെയും റിലേഷൻ പഠിച്ചായിരുന്നു. അത് തന്നെ അങ്ങോട്ട് എഴുതി വെക്കാം. V is equal to frequency into lambda. ഓക്കെ, അപ്പോ ഫ്രീക്വൻസി എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ, 500 ഹെർട്സ് തന്നിട്ടുണ്ട്. ഇൻറ്റു ലാംഡ എത്രയാണ്? 0.68 ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് ആൻസർ 340 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 340 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ എളുപ്പമാണ്. ഇതൊക്കെ ആ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റന്റ് ട്രഫ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഈസ് 2 മീറ്റർ. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് സ്പീഡ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡയാണ്. എന്ത് പറയാം? വി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ദ വേവ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? 2 മീറ്റർ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഫ്രീക്വൻസി അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം? വി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ വേവ് ലെങ്ത് 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എത്ര കിട്ടി? 10 ഹെർട്സ് കിട്ടി. ഫ്രീക്വൻസി 10 ഹെർട്സ് കിട്ടി. സിമ്പിൾ ചോദ്യം അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ദെൻ 17th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? when sound passes through a medium dash travels. ഓക്കെ, സൗണ്ട് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്തു പോകുമ്പോൾ അവിടെ എന്താണ് ട്രാവൽ ചെയ്യുന്നത്? പാസ് ചെയ്തു പോകുമ്പോൾ, സോറി, ഒരു മീഡിയത്തിലൂടെ സൗണ്ട് പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ എന്താണ് ട്രാവൽ ചെയ്യുന്നത്? അവിടെയുള്ള പാർട്ടിക്കിൾസ് ആണോ, വേവ് ആണോ, സോഴ്സ് ഓഫ് സൗണ്ട് ആണോ, മീഡിയം ആണോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുളത്തിൽ കല്ലിട്ട് എന്ന് വിചാരിക്കുക. ഒരു കല്ല് കുളത്തിൽ ഇങ്ങനെ കൊണ്ടിടാം. ഓക്കെ, ഞാൻ വേറൊരു ഉദാഹരണം പറയുന്ന കേട്ടോ. കുളത്തിൽ കല്ല് കൊണ്ടിടുന്നു. കല്ലിടുമ്പോൾ അവിടെ എന്തുണ്ടാകും? വേവ് ഉണ്ടാകില്ലേ? അപ്പോൾ വേവുകൾ ഒരറ്റത്ത് നിന്ന് സെൻട്രൽ കല്ല് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വേവ് അതിന്റെ അറ്റം വരെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും ഇല്ലേ? പക്ഷേ കല്ലിട്ടപ്പോൾ വെള്ളമാണോ മൂവ് ചെയ്ത് പോകുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് കല്ല് കുളത്തിന്റെ നടുക്ക് അടിച്ചാൽ പോരെ? അപ്പൊ വെള്ളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാനില്ലേ? അപ്പോൾ അവിടെയുള്ള എന്തല്ല, പാർട്ടിക്കിൾസ് അല്ല മൂവ് ചെയ്യുന്നത്. ആ കുണ്ടിട്ട സാധനമല്ല മൂവ് ചെയ്യുന്നത്. അവിടെയുള്ള മീഡിയം അല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ ആരാണ്? വേവ് ആണ്. കാരണം വേവുകളല്ലേ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ട് പോകുന്നേ. വേവ് ആയിരിക്കും ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ട് പോകുന്നേ. ദെൻ മറ്റൊരു ചോദ്യം ന്യൂമറിക്കൽ തന്നെയാണ്. ഹൗ ലോങ് വിൽ എ സൗണ്ട് വേവ് ടേക്ക് ടു ട്രാവൽ 680 മീറ്റർ ഇഫ് ഇറ്റ് സ്പീഡ് ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടൈം കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ആണ്. ടൈം കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? ടൈമിനെ അവിടെ നിർത്തിയിട്ട് ഡി ബൈ വി ചെയ്താൽ മതി. ഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 680 മീറ്റർ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 340 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 സെക്കൻഡ് കിട്ടും ടൈം. ഓക്കെ, സിമ്പിൾ ആയിട്ട് അതും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ SSLC ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സൗണ്ട് വേവ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പാർട്ടുകളും കാണാത്തവർ നിർബന്ധമായിട്ടും കാണുക. ദെൻ ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വൺ ഷോട്ട്, ഡീറ്റെയിൽ എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്പ് ആയിട്ടുള്ള വൺ ഷോട്ട് ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഈ 2 പാർട്ടുകളും കാണാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അല്ലാതുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അറിയാവുന്നവർക്ക് അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക. അതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും നല്ലതേ വരൂ. എല്ലാവരും എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസിലൊക്കെ
കാണാം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളും പഠിക്കുക, നല്ല കുട്ടികളായിട്ട് വളരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി.